പ്രസിദ്ധമായ ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഒക്ടോബർ 27 തീയതി ആഘോഷിക്കുന്നു. ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്ര മഹോത്സവം ഒക്ടോബർ 27 തീയതി തിങ്കളാഴ്ച. സ്കന്ദഷഷ്ഠി മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒഴിവിടവേളകളിലെ നേരം പോക്കിനായി തുടങ്ങിയ നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് പാലക്കാട് കൂനത്തറ സ്വദേശിനിയായ 31 വയസ്സുള്ള ആതിര. നെറ്റിപ്പട്ടം മാത്രമല്ല കേട്ടോ, നിരവധി വെറൈറ്റി ഐറ്റംസുകളും ആതിരയുടെ പക്കലുണ്ട്. ആതിരയുടെ കരകൗശല കരവിരുത് കണ്ടുവരാം. ഒഴിവ് ഇടവേളകളിലെ നേരം പോക്കിനായി തുടങ്ങിയ നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോൾ ഒരു വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് പാലക്കാട് കൂനത്തറ സ്വദേശിനിയായ 31-കാരി ആതിര. നെറ്റിപ്പട്ടം മാത്രമല്ല കേട്ടോ, അനേകം വെറൈറ്റികൾ ആതിരയുടെ പക്കലുണ്ട്. ആതിരയുടെ കരകൗശല കരവിരുതുകൾ കണ്ടുവരാം. ഇക്കാണുന്നതാണ് പാലക്കാട് കൂനത്തറ രത്നവിലാസത്തിൽ ആതിര. കുട്ടിക്കാലത്ത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടലുകളിൽ മുത്തുകൾ ഒട്ടിച്ചു വെച്ച് പരീക്ഷിച്ച ബോട്ടൽ ആർട്ടുകളിൽ നിന്നാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്കുള്ള ചുവടുവയ്പ് ഉണ്ടായത്. പിന്നീട് ചില്ലുകുപ്പികളിലും പരീക്ഷിച്ച് വിജയം നേടി. വിവാഹശേഷം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ പഴയ കരകൗശല വിരുതുകളെ പൊടിതട്ടിയെടുത്തു നോക്കി. അങ്ങനെയാണ് ആദ്യം ഒരു നെറ്റിപ്പട്ടം യൂട്യൂബിന്റെ സഹായത്തോടെ ഉണ്ടാക്കി നോക്കിയത്. സംഗതി ക്ലിക്കായപ്പോൾ ആ നെറ്റിപ്പട്ടത്തിന് ആവശ്യക്കാരുണ്ടായി. ഇപ്പോൾ 1 അടി നീളം മുതൽ 5 അടിയും 6 അടിയും നീളമുള്ള വലിയ നെറ്റിപ്പട്ടങ്ങൾ വരെ ആതിര നിർമ്മിക്കാറുണ്ട്. നിർമ്മാണശേഷം സ്വന്തം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ പരസ്യപ്പെടുത്തിയാണ് വിൽപ്പന. ഖത്തർ, ദുബായ് ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആതിരയുടെ നെറ്റിപ്പട്ടങ്ങളെ തേടി വിളികൾ എത്താറുണ്ട്. ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയ ആതിര നെറ്റിപ്പട്ടത്തിൽ മാത്രം തന്റെ കരകൗശല വിരുതുകളെ ഒതുക്കി നിർത്താതെ വെറൈറ്റി അലങ്കാര തിടമ്പുകളും കീ ചെയിൻ നെറ്റിപ്പട്ടങ്ങളുമെല്ലാം നിർമ്മിച്ച വിജയം കണ്ടു. കൊറോണ കാലത്ത് ചുമ്മാ ഒന്ന് ചെയ്തു നോക്കിയതാണ്. അത് സക്സസ് ആയി. വാണിയംകുളം പഞ്ചായത്തിലെ CDS ഓഫീസിൽ നിന്നും അവിടുത്തെ മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തൃശ്ശൂർ കില സെൻറ്ററിൽ പോയിട്ടാണ് നെറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചത്. ഒരു വരുമാന മാർഗമായി അവിടെ പോയി പഠിച്ചപ്പോൾ പിന്നെ വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒരെണ്ണം ഉണ്ടാക്കി, പിന്നെ അത് പരിസരത്തുള്ള ഒരാൾ വാങ്ങിച്ചു. അത് കണ്ട് കുറേ പേര് ഓർഡറുകൾ തന്നു. പിന്നെ ഇന്ത്യയിൽ എവിടേക്കും ഇത് കൊറിയർ വഴി അയക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതിനെല്ലാം ഇപ്പോൾ ആവശ്യക്കാരുമുണ്ട്. ക്യാൻവാസും വെൽവെറ്റും പോളിമർ മുത്തുകളും പല വർണ്ണങ്ങളിലുള്ള നൂലുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം. മുത്തുകൾ ക്യാൻവാസിൽ പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു വെക്കുന്നത്. ഭർത്താവ് പ്രഭുവിന്റെയും മക്കളായ ഹരികൃഷ്ണന്റെയും ആദവ് കൃഷ്ണന്റെയും ഭർത്തൃമാതാവ് ശകുന്തളയുടെയും പൂർണ്ണ പിന്തുണയാണ് മുന്നോട്ടു പോകുന്നതിന് ഊർജമെന്ന് ആതിര പറയുന്നു. നിർമ്മാണത്തിലൂടെ സംരംഭകത്തിനുള്ള പുതിയ സാധ്യതകളും തേടുകയാണ് ഈ യുവതി. ന്യൂസ് ഡെസ്ക് CCV.